ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ആരോഗ്യമേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്താനൊരുങ്ങി മാക്സ് ഹെൽത്ത് കെയർ. 6000 കോടി രൂപ നിക്ഷേപിച്ച് 2028ഓടെ 30 ആശുപത്രികൾ സ്ഥാപിക്കുമെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഭയ് സോയി പറഞ്ഞു. 2028 ആകുമ്പോഴേക്കും ഇന്ത്യയിലുടനീളം 30ഓളം ആശുപത്രികളിലായി 3700 കിടക്കകൾ കൂടി സജ്ജീകരിക്കുമെന്ന്, ഇതിനായി മാക്സ് ഹെൽത്ത് കെയർ 6000 കോടി രൂപ നിക്ഷേപിക്കുമെന്നും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഭയ് സോഹി പറഞ്ഞു. ഡൽഹിയിലെ ദ്വാരകയിൽ 300 കിടക്കകളുള്ള പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഉദ്ഘാടന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൊഹാലി, മുംബൈ, സാകേത് എന്നിവിടങ്ങളിൽ പുതിയ ആശുപത്രി എന്നത് പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ 5000 കിടക്കകളുള്ള 22 ആശുപത്രികളാണ് മാക്സ് ഹെൽത്ത് കെയറിനുള്ളത്. ഈ വർഷം മാത്രം 4 ആശുപത്രികളാണ് മാക്സ് ഹെൽത്ത് കെയർ ആരംഭിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് ദ്വാരകയിലേതാണ്. ഈ വർഷം അവസാനത്തോടെ മുംബൈയിലെ മൊഹാലിയിലും ന്യൂഡൽഹിയിലെ സാകേതിലും മറ്റ് 3 ആശുപത്രികൾ കൂടി ആരംഭിക്കാനാണ് മാക്സ് ഹെൽത്ത് കെയർ പദ്ധതിയിടുന്നതെന്നും സോയി അറിയിച്ചു. കാർഡിയാക് സയൻസസ്, ഓങ്കോളജി, റീനൽ സയൻസസ്, ന്യൂറോ സയൻസസ്, റോബോട്ടിക് സർജറി, പീഡിയാട്രിക്സ്, അവയവ മാറ്റിവെക്കൽ എന്നിവയുൾപ്പെടെ എല്ലാ സംവിധാനവും കമ്പനിയുടെ ആശുപത്രികൾ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ മാറ്റവുമായി റെയിൽവേ. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി ഇനി സ്ലീപ്പർ AC കോച്ചുകളിൽ കയറാൻ പറ്റില്ല. മാറ്റം മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി ബന്ധപ്പെട്ട് പുതിയ വ്യവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. പുതിയ മാനദണ്ഡപ്രകാരം വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ കൈവശമുള്ള യാത്രക്കാർക്ക് ട്രെയിനിൽ സ്ലീപ്പർ അല്ലെങ്കിൽ AC കോച്ചുകളിൽ യാത്ര ചെയ്യാൻ അനുവാദമില്ല. അവരെ ജനറൽ ക്ലാസ്സിൽ മാത്രമേ യാത്ര ചെയ്യാൻ ഇനി മുതൽ അനുവദിക്കൂ. നിലവിൽ കൗണ്ടറുകളിൽ നിന്ന് വാങ്ങുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഉപയോഗിച്ച് യാത്രക്കാർക്ക് സ്ലീപ്പർ AC കോച്ചുകളിൽ യാത്ര ചെയ്യാം. കൺഫേം ടിക്കറ്റുകളുടെ യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി മെയ് 1 മുതലാണ് പുതിയ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരിക. IRCTC വഴി ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ യാത്രയ്ക്ക് മുൻപ് കൺഫേം ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി റദ്ദാക്കപ്പെടുകയാണ് പതിവ്. ഇത്തരത്തിൽ ഓട്ടോമാറ്റിക്കായി റദ്ദാക്കപ്പെടുമ്പോൾ ടിക്കറ്റ് വില ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. എന്നാൽ കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കുന്ന ഓഫ്ലൈൻ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഉപയോഗിച്ച് നിരവധി യാത്രക്കാർ ഇപ്പോഴും സ്ലീപ്പർ AC കോച്ചുകളിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇത് കൺഫേം ടിക്കറ്റുള്ളവർക്ക് മികച്ച യാത്രാനുഭവം നൽകുന്നതിന് തടസ്സമാകുന്നു എന്നതാണ് വിലയിരുത്തൽ. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുള്ള ഒരു യാത്രക്കാരൻ ഈ കോച്ചുകളിൽ സീറ്റിൽ ഇരിക്കുന്നതായി കണ്ടെത്തിയാൽ വ്യക്തിക്ക് പിഴ ചുമത്താനോ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് മാറ്റാനോ TTEക്ക് അധികാരമുണ്ടായിരിക്കും. കൺഫേം ടിക്കറ്റുള്ള യാത്രക്കാർക്ക് യാത്രയ്ക്കിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണിതെന്നും നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ക്യാപ്റ്റൻ ശശി കിരൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പെർപ്ലക്സിറ്റി AI ചാറ്റ്ബോട്ട് ഇനി വാട്സാപ്പിലും. പെർപ്ലക്സിറ്റിയുടെ CEO അരവിന്ദ് ശ്രീനിവാസാണ് ഇക്കാര്യം അറിയിച്ചത്. ജനപ്രിയ AI പവേർഡ് ആൻസർ എഞ്ചിനായ പെർപ്ലക്സിറ്റി AI ഇനി വാട്സാപ്പ് വഴി നേരിട്ട് ഉപയോഗിക്കാം. പെർപ്ലക്സിറ്റിയുടെ സഹസ്ഥാപകനും CEOയുമായ അരവിന്ദ് ശ്രീനിവാസാണ് ലിങ്ക്ഡിൻ പോസ്റ്റിലൂടെ വിവരം പങ്കിട്ടത്. വാട്സാപ്പിൽ പെർപ്ലക്സിറ്റി നേരിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ശ്രീനിവാസ് ഉപയോക്താക്കളോട് ചോദിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ അപ്ഡേറ്റ് വരുന്നത്. ടെലിഗ്രാമിലും Xലും പെർപ്ലക്സിറ്റി ചാറ്റ്ബോട്ട് ലഭ്യമാണ്. വ്യാപകമായി ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമിനുള്ളിൽ പെർപ്ലക്സിറ്റിയുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ ഈ സംയോജനം ഉപയോക്താക്കളെ അനുവദിക്കുന്നു. മറ്റൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതില്ലെന്നതും പ്രത്യേകതയാണ്. ഇത് ഉപകരണ സംഭരണവും ഡാറ്റയും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഉപയോക്താക്കൾക്ക് സൈൻ ആപ്പ് അല്ലെങ്കിൽ ലോഗിൻ ആവശ്യമില്ലാതെ തന്നെ സേവനം ഉപയോഗപ്പെടുത്താം. പെർപ്ലക്സിറ്റി AI ആക്സസ് ചെയ്യാൻ +1 833 436 3285 എന്ന നമ്പർ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുക. ഉപയോക്താക്കൾക്ക് സ്മാർട്ട് ഫോണുകൾ, PCകൾ, മാക്കുകൾ എന്നിവയിലും വാട്സപ്പ് വെബ് വഴിയും പെർപ്ലക്സിറ്റി AI ഉപയോഗപ്പെടുത്താം. വരും ദിവസങ്ങളിൽ വാട്സപ്പിലെ പെർപ്ലക്സിറ്റിയിൽ വോയിസ് മോഡ്, മീമുകൾ, വീഡിയോകൾ, വസ്തുതാ പരിശോധനകൾ, അസിസ്റ്റന്റ് പ്രവർത്തനങ്ങൾ തുടങ്ങി കൂടുതൽ ഫീച്ചറുകൾ വരുമെന്നും ശ്രീനിവാസ് സ്ഥിരീകരിച്ചു. ചോദ്യങ്ങൾക്കുത്തരം നൽകുക, വിഷയങ്ങൾ ഗവേഷണം ചെയ്യുക, ഉള്ളടക്കം സംഗ്രഹിക്കുക, സൗജന്യമായി ഇഷ്ടാനുസൃത ചിത്രങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ ജോലികൾക്കായി ഉപയോക്താക്കൾക്ക് വാട്സാപ്പിൽ പെർപ്ലക്സിറ്റിയുമായി സംവദിക്കാൻ കഴിയും. ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കൾക്ക്, പ്രത്യേകിച്ച് വാട്സാപ്പ് ഒരു പ്രാഥമിക ആശയവിനിമയ ഉപകരണമായ പ്രദേശങ്ങളിൽ AI ചാറ്റ്ബോട്ടുകൾ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്നതാക്കുക എന്നതാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ChatGPT ഡീപ് റിസർച്ച് ഇനി എല്ലാവർക്കും. ഗൂഗിൾ തങ്ങളുടെ ഡീപ് റിസർച്ച് മോഡൽ എല്ലാവർക്കും ലഭ്യമാക്കിയതിന് പിന്നാലെയാണ് OpenAIയും ഈ വഴിയിലെത്തുന്നത്.
ഓപ്പൺ AI തങ്ങളുടെ ഡീപ്പ് റിസർച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളിനെ എല്ലാ ചാറ്റ് GPT ഉപയോക്താക്കൾക്കും ലഭ്യമാക്കും. ലൈറ്റ് വെയ്റ്റ് വേർഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ടൂൾ പെയ്ഡ് ഉപയോക്താക്കൾക്ക് മാത്രമായി ഉള്ളതായിരുന്നു. മിനി AI മോഡലിലൂടെ ലഭ്യമാകുന്ന ഈ വേർഷന് ചില നിരക്ക് പരിധികളുണ്ട്. അതായത് പെയ്ഡ് ഉപയോക്താക്കൾക്ക് ലഭിക്കുന്ന എല്ലാ സൗകര്യവും സൗജന്യ ഉപയോക്താക്കൾക്ക് കിട്ടില്ല. ഗൂഗിൾ തങ്ങളുടെ ഡീപ്പ് റിസർച്ച് മോഡൽ എല്ലാവർക്കും ലഭ്യമാക്കിയതിനു പിന്നാലെയാണ് ഓപ്പൺ AIയും ഈ വഴിയിലെത്തുന്നത്. ഈ പ്രഖ്യാപനത്തിലൂടെ ഉപയോക്താക്കൾക്ക് ഡീപ്പ് റിസർച്ച് ആക്സസ് ആദ്യമായി സൗജന്യമായി ലഭിക്കുകയാണ്. അതായത് ഒരു മാസം 5 ലൈറ്റ് വെയ്റ്റ് ഡീപ്പ് റിസർച്ച് ചോദ്യങ്ങൾക്ക് അവസരമുണ്ട്. ചാറ്റ് GPT പ്രോ ഉപയോക്താക്കൾക്കാവട്ടെ നിലവിലെ 100 ഡീപ്പ് റിസർച്ച് അന്വേഷണങ്ങൾ എന്നത് 250 ഉയർത്തും. ഡീപ്പ് റിസർച്ച് റെഗുലർ വേർഷനോളം തന്നെ ബുദ്ധിയുള്ളതാണ് ലൈറ്റ് വെയ്റ്റ് എന്നാണ് കമ്പനിയുടെ വാദം. റെഗുലർ വേർഷന്റെ അത്ര വിശദമായ മറുപടി ലഭിച്ചില്ലെങ്കിലും ഗുണമേന്മയിൽ കുറവുണ്ടാവില്ലെന്ന് ഓപ്പൺ AI തങ്ങളുടെ ഔദ്യോഗിക X അക്കൗണ്ടിൽ വിശദീകരിക്കുന്നു. ഒരു വിഷയത്തെക്കുറിച്ച് ഒട്ടേറെ വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് സമന്വയിപ്പിച്ച് ആ വിഷയം ആഴത്തിൽ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന AI ടൂളുകളാണ് ഡീപ്പ് റിസർച്ച്. അക്കാദമിക് സാങ്കേതികവിദ്യ, മാർക്കറ്റ് അനാലിസിസ്, നയരൂപീകരണം തുടങ്ങിയ ആഴത്തിലുള്ള വിശകലനം ആവശ്യമായ മേഖലകളിൽ ഡീപ്പ് റിസർച്ച് വ്യാപകമായി ഉപയോഗിക്കുന്നു. വെറും വിവരശേഖരണത്തിനു പകരം വിമർശന വിശകലനം, ക്രോസ് റെഫറൻസ്, ഡാറ്റ പോയിന്റുകൾ പരസ്പരം ബന്ധിപ്പിക്കൽ തുടങ്ങിയവയിലൂടെയാണ് വിഷയത്തെ ആഴത്തിൽ അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2026 സാമ്പത്തിക വർഷത്തിൽ വജ്ര കയറ്റുമതി 10% കുറയുമെന്ന് റിപ്പോർട്ട്. US താരിഫ് ഏർപ്പെടുത്തുന്നതാണ് ഇതിന് കാരണമായി ക്രിസിൽ റിപ്പോർട്ടിൽ പറയുന്നത്. US ഭരണകൂടം പ്രകൃതിദത്ത വജ്രങ്ങൾക്ക് 10% അധിക നികുതി ചുമത്തിയത് ഇന്ത്യയുടെ വജ്ര കയറ്റുമതിയെ ബാധിക്കുമെന്ന് റിപ്പോർട്ട്. വജ്രത്തിന്റെ ആവശ്യകത കുറയുന്നതും വജ്രനിർമ്മാണ രംഗത്തെ കടുത്ത മത്സരവും ഇന്ത്യൻ വജ്ര വ്യാപാരികൾക്ക് പ്രതിസന്ധിയാണെന്ന് ക്രിസിൽ റേറ്റിംഗിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ 2026 സാമ്പത്തിക വർഷത്തിൽ വജ്ര വ്യാപാരികളുടെ കയറ്റുമതി വരുമാനം ഏകദേശം 8 മുതൽ 10% വരെ കുറയാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ ചൈനയിൽ നിന്നുള്ള കുറഞ്ഞ ആവശ്യകതയും US-ലെ LGDയിൽ നിന്നുള്ള മത്സരവും മൂലം പ്രകൃതിദത്ത വജ്രങ്ങളുടെ കയറ്റുമതി അളവ് പരിമിതപ്പെടുത്തി. വിലയിടിവ് ഉണ്ടായിട്ടും സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ പോളിഷർമാർ വിൽപ്പന ഉയർത്തിയെങ്കിലും പ്രകൃതിദത്ത വജ്ര കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം 17% കുറഞ്ഞ് ഏകദേശം $13.3 മില്യൺ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.